ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 2 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. സാമ്പാർ കഷ്ണങ്ങൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ഒരു കിഴങ്ങിൻ്റെ പകുതി, ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം സവോള, ഒരു തക്കാളി മുഴുവനും എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്, നാടൻ തക്കാളിയാണ്. ഒരു പയർ, ഒരു ബീൻസ്, മുരിങ്ങാക്കോലിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പ് കല്ലാണ് ചേർക്കുന്നത്, പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് വേകാനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇനി ഒരു 2 വെണ്ടക്കായും കൂടി നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇനി കടുക് പൊട്ടിക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും നമ്മൾ ആദ്യമേ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറിയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ശകലം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.